ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്ഥസ്. ഫൈലം പ്ലാറ്റിഹെൽമിന്ഥസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്ലാറ്റിഹെൽമിന്ഥസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഫൈലത്തിൻ്റെ എങ്ങനെയാണ് ഈ ഫൈലത്തിന് ഈ പേര് വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പ്ലാറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ഫ്ലാറ്റ് എന്നാണ്. ഹെൽമിന്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ആണ് വേംസ് എന്ന്. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡി ഫോംസ് കാണിക്കുന്ന വേംസ് ആണ് പ്ലാറ്റിഹെൽമിന്ഥസ്. ഈ ഒരു ഫൈലത്തിൻ്റെ കോമൺ നെയിമാണ് ഫ്ലാറ്റ് വേംസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അത് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. അതായത് നമ്മളൊരു ലീഫിൻ്റെയൊക്കെ നേച്ചർ പറയുമ്പം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ലീഫ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് അതിൻ്റെ ഡോർസൽ സൈഡിനെ നോക്കിയാലും വെൻട്രൽ സൈഡിനെ നോക്കിയാലും രണ്ട് സൈഡും ഫ്ലാറ്റ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും ഒരു ലീഫിന് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാറ്റിഹെൽമിന്ഥസിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞാലും ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഫ്ലാറ്റ് ആയിട്ട് ഒരു ലീഫ് പോലെയാണ് ഇവർ കാണപ്പെടുന്നത്. ഇനി എന്താണ് ഒരു ഡോർസൽ സൈഡ് എന്നും വെൻട്രൽ സൈഡ് എന്നും നമ്മൾ പറയുന്നത്? ഇപ്പം നമ്മൾ 4 കാലുകളുള്ള എന്തെങ്കിലും ജീവികൾ, ഇപ്പം പട്ടി, പൂച്ച അങ്ങനെയുള്ള ഒരു ജീവിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിനെയാണ് നമ്മൾ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത്. അടിവശത്തിനെ, താഴത്തെ ഭാഗത്തിനെയാണ് നമ്മൾ വെൻട്രൽ സൈഡ് എന്നും പറയുന്നത്. എന്നാൽ നമ്മൾ 2 കാലിൽ നിൽക്കുന്ന, എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്സ് പോലെ ഉള്ള ഓർഗാനിസത്തിനെയാണ് നോക്കുന്നതെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ശരീരത്തിൻ്റെ ബാക്ക് സൈഡിനെ നമ്മൾ ഡോർസൽ സൈഡ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ പുറകു വശത്തിനെ ഡോർസൽ സൈഡ് എന്നും നമ്മുടെ ഫ്രണ്ട് വശത്തിനെയാണ് നമ്മൾ വെൻട്രൽ സൈഡ് എന്നും പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്ലാറ്റിഹെൽമിന്ഥസ് എന്ന് പറയുന്നത് ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും, അതായത് ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരന്ന ശരീരത്തോടു കൂടിയ ഫ്ലാറ്റായിട്ടുള്ള ഓർഗാനിസമാണ് പ്ലാറ്റിഹെൽമിന്ഥസ്. അവരുടെ ശരീരത്തിൻ്റെ മുകൾ വശവും താഴത്തെ വശവും, അതായത് ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഫ്ലാറ്റായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഫ്ലാറ്റ് വേംസ് എന്നും ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയുള്ള ഓർഗാനിസം എന്നും പറയുന്നത്. ഇനി ഇവരുടെ ഹാബിറ്റാറ്റിലോട്ട് വരികയാണെങ്കിൽ ഇവർ കൂടുതലായിട്ടും ഇവർ പാരസൈറ്റിക് ഓർഗാനിസമായിട്ടാണ് കാണപ്പെടുന്നത്. മോസ്റ്റ്ലി ഇവർ പാരസൈറ്റിക് ആണ്. പാരസൈറ്റിക്കിൽ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ കാണുന്നത് എൻഡോ പാരസൈറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത്. പാരസൈറ്റുകൾ എൻഡോ പാരസൈറ്റും ഉണ്ട്, എക്സോ പാരസൈറ്റും ഉണ്ട്. എക്സോ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിനെ നമ്മൾ എക്സോ പാരസൈറ്റ് എന്ന് പറയുന്നു. ഇനി എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഹോസ്റ്റിൻ്റെ ശരീരത്തിൻ്റെ അകത്തായിരിക്കും പറ്റിച്ചേർന്ന് വളരുന്നവർ. അങ്ങനെ ഹോസ്റ്റിൻ്റെ ബോഡിയുടെ ഉള്ളിലായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എൻഡോ പാരസൈറ്റ് അല്ലെങ്കിൽ ആന്തര പരാന്നഭുക്ക് എന്ന് പറയുന്നു. പരാന്നഭുക്ക് എന്ന് പറഞ്ഞാൽ അത് പാരസൈറ്റ് ആണ്. ഇനി പാരസൈറ്റ് എൻഡോ ആണെങ്കിൽ അതിനെ ആന്തര പരാന്നഭുക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പാരസൈറ്റിക് നേച്ചർ അല്ലെങ്കിൽ ഒരു എൻഡോ പാരസൈറ്റിക് നേച്ചർ കാണിക്കാനായിട്ട് ഇവരുടെ ബോഡിയിൽ കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിലൊരു അഡാപ്റ്റേഷനാണ് ഇവർ അനേറോബിക്സ് ആയിരിക്കും. അതായത് പാരസൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇവരൊരു ഹോസ്റ്റിൻ്റെ ബോഡിയുടെ ഉള്ളിലായിരിക്കും വളരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ ഒന്നുമില്ല. അപ്പം അനേറോബിക് കണ്ടീഷൻസിൽ വളരാൻ കഴിവുള്ളവരായിരിക്കും ഈ എൻഡോ പാരസൈറ്റുകൾ. ഇനി എൻഡോ പാരസൈറ്റിക് നേച്ചറിനെ സഹായിക്കാനായിട്ട് പ്ലാറ്റിഹെൽമിന്ഥസിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന 2 സ്ട്രക്ചറുകളാണ് ഹുക്സ് എന്നും സക്കർ എന്നും പറയുന്നത്. ഹുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കൊളുത്തെന്ന് പറയുന്നു. ഈ ഒരു സ്ട്രക്ചർ സാധാരണ 26 മുതൽ 28 വരെ എണ്ണമാണ് കാണുന്നത്. സക്കർ എന്ന് പറയുന്നത് സാധാരണ 4 സക്കറുകളുമാണ് കാണുന്നത്. ഹുക്ക് അല്ലെങ്കിൽ കൊളുത്തെന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ഇവരുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ പറ്റിപ്പിടിച്ച് ഇരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഫുഡും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സക്ക് ചെയ്ത് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഭാഗമാണ് സക്കർ എന്ന് അറിയപ്പെടുന്നത്.
ഈ രണ്ട് അനേറോബിക് കണ്ടീഷനും അല്ലെങ്കിൽ അനേറോബിക് നേച്ചറും ഹുക്സും സക്കറുകളുമാണ് ഇവരുടെ പാരസൈറ്റിക് അഡാപ്റ്റേഷനെ സഹായിക്കുന്ന സ്ട്രക്ചറുകൾ. ഇനി ഇവരുടെ ഹാബിറ്റാറ്റിൽ നമ്മൾ പാരസൈറ്റിക് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഇതിൽ ചില ഓർഗാനിസംസ് ഫ്രീ ലിവിങ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. അതായത് ഒരു ഹോസ്റ്റ് ഓർഗാനിസം ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ ഫ്രീ ലിവിങ് കണ്ടീഷൻസിൽ ജീവിക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ടെറസ്ട്രിയൽ ആയിരിക്കും, ചിലവർ ഫ്രഷ് വാട്ടർ ആണ്, ചിലതിനെ നോക്കിക്കഴിഞ്ഞാൽ മറൈനും ആയിരിക്കും. അപ്പം ഒന്നുകിൽ പാരസൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രീ ലിവിങ് ആയിരിക്കും. പാരസൈറ്റിൽ മെയിനായിട്ടും എൻഡോ പാരസൈറ്റ് ആണ്. ഫ്രീ ലിവിങ് ആണെങ്കിൽ അത് ടെറസ്ട്രിയൽ ആവാം, ഫ്രഷ് വാട്ടർ ആകാം, മറൈനും ആകാം. ഇനി ഈ ഒരു ഫൈലം, അതായത് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ബാക്കി എല്ലാ ഫൈലത്തിൽ നിന്നും വ്യത്യാസമായിട്ട് പ്ലാറ്റിഹെൽമിന്ഥസിനുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ് ഇവർ ബൈലാറ്ററൽ സിമ്മട്രിയാണ് കാണിക്കുന്നത്. അതായത് ദ്വിപാർശ്വസമ്മിതി എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡിയുടെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരൊറ്റ പ്ലെയിനിൽ കൂടി മാത്രമേ നമുക്കിതിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള സിമ്മട്രി കാണിക്കുന്നവരാണ് ബൈലാറ്ററൽ സിമ്മട്രി ഉള്ള ഓർഗാനിസം. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്ഥസ് ഉണ്ട്. അതുപോലെ ഹ്യൂമൻ ബീങ്സിനുള്ളതും ബൈലാറ്ററൽ സിമ്മട്രിയാണ്. ഇനി ഇവരുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ് കാണിക്കുന്നത്. അതായത് ഇവർക്ക് എക്ടോഡേമും എൻഡോഡേമും അതിൻ്റെ ഇടയിലായിട്ട് ട്രൂ ആയിട്ടുള്ള ഒരു മീസോഡേം ലെയറും കാണപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ഇതിനു തൊട്ട് മുമ്പുള്ള ഫൈലങ്ങളിലൊന്നും ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ കാണുന്നില്ല, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് കാണുന്നത്. ഇനി ഇതിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ് കാണിക്കുന്നത്. എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും ഉണ്ട്. ഇവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ഇവർ സീലോമേറ്റുകളാണ്. അതായത് ഇവർക്ക് ബോഡി ക്യാവിറ്റി എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഒന്നും ഇവർക്ക് കാണുന്നില്ല. ഇവർ സീലോമേറ്റുകളാണ്. അതായത് ഇവരുടെ മീസോഡയം എന്ന് പറയുന്ന ഈ ഒരു ലെയറിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സെല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ സെല്ലുകൾക്ക് പറയുന്ന പേരാണ് പാരൻകൈമ സെൽസ്. സാധാരണ നമ്മൾ പാരൻകൈമ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പ്ലാറ്റിഹെൽമിന്ഥസിൻ്റെ മീസോഡയം ലെയറിൽ നിറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലിന് പറയുന്ന പേരും പാരൻകൈമ സെല്ലെന്ന് ആണ്. ഇനി പ്ലാറ്റിഹെൽമിന്ഥസിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലാണ് ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ. ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ എന്ന് പറയുന്ന ഈ സെല്ലുകൾ ഇവരെ സഹായിക്കുന്നത് ഓസ്മോ റെഗുലേഷനും അതോടൊപ്പം എക്സ്ക്രീഷനുമാണ് സഹായിക്കുന്നത്. അപ്പം നമ്മൾ ഇവരുടെ ബോഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ കാണുന്ന പ്രത്യേക തരത്തിലുള്ള ഈ ജ്വാലാകോശങ്ങൾ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്ന ഈ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് കാണപ്പെടുന്ന വാട്ടറിനെ പുറത്തു തള്ളുക. അതാണ് ഓസ്മോ റെഗുലേഷൻ. അതായത് എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തു തള്ളിയിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലൊരു ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്നു. ഇങ്ങനെയുള്ള ഓസ്മോ റെഗുലേഷനും അതോടൊപ്പം എക്സ്ക്രീഷൻ അതായത് വേസ്റ്റ് പ്രോഡക്റ്റിനെ പുറത്തു തള്ളാനും സഹായിക്കുന്ന സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ. ഈ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ എപ്പോഴും കാണപ്പെടുന്നത് ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫ്ലെയിം സെൽസിൻ്റെ ഈ നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് പ്രോട്ടോനെഫ്രീഡിയ എന്ന്. നമ്മുടെ ബോഡിയിൽ കാണുന്ന നെഫ്രീഡിയ എന്ന് പറയുന്നത് എന്താണ്? കിഡ്നിയുടെ ഭാഗമായിട്ട് കാണുന്ന പാർട്ടാണ് നെഫ്രീഡിയ എന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ എക്സ്ക്രീഷന് സഹായിക്കുന്ന പാർട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഫ്ലെയിം സെൽസിൻ്റെ ഒരു കൂട്ടം, കുറേ ഫ്ലെയിം സെൽസുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു നെറ്റ്വർക്കായിട്ട് കാണുന്നു. ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്രോട്ടോനെഫ്രീഡിയ എന്ന്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ, ഈ ഒരു സെല്ലിന് ജ്വാലാകോശങ്ങൾ എന്നുള്ള പേര് വന്നതിൻ്റെ കാരണം ഈ സെല്ലിൻ്റെ ഉള്ളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സീലിയ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സെല്ലിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ സീലിയ എന്ന് പറയുന്നത്. ഈ സീലിയെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങൊരു വേവിങ് നേച്ചറുള്ള ഒരു വേവിങ് നേച്ചർ കാണിക്കുന്നതാണ് ഈ സീലിയ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സീലിയ ഇങ്ങനെ ഒരു ഇളകുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു വേവിങ് നേച്ചർ ഉള്ളതായതുകൊണ്ട് ഈ ഒരു നേച്ചറാണ് ശരിക്കും ഇവരെ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീലിയയുടെ ഈ വേവിങ് നേച്ചർ ഉള്ളത് കൊണ്ട് ഈ ഒരു ചലനം മൂലം നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഒരു ജ്വാല അല്ലെങ്കിൽ ഒരു ഫ്ലെയിം പോലെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങളെന്ന് വിളിക്കുന്നത്. ഇനി ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഓർഗൻ ലെവൽ ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. അപ്പം ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്ന ആദ്യത്തെ ഫൈലമാണ് ഏത്? പ്ലാറ്റിഹെൽമിന്തിസ്. ഇതിന് മുന്നേ നമ്മൾ പഠിച്ച സീലൻഡ്രേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. അതുപോലെ ഇവരുടെ സെക്സസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് അല്ല, അതായത് ഇവർ ഹെർമാഫ്രോഡൈറ്റ്സുകളായിരിക്കും. മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളൊന്നും സെപ്പറേറ്റ് ഓർഗാനിസത്തിലല്ല കാണുന്നത്, രണ്ടും ഒരു സിംഗിൾ ഓർഗാനിസത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇവരെ ഹെർമാഫ്രോഡൈറ്റ്സുകൾ എന്ന് വിളിക്കുന്നു. ഫെർട്ടിലൈസേഷനിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, അതായത് ആന്തരമായിട്ടാണ് ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആന്തര ബീജ സംയോഗമാണ് ഇവർക്ക് കാണുന്നത്. അതായത് ഇവരുടെ രണ്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളും ഉണ്ടാകുന്നത് ഒരു ഓർഗാനിസത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആന്തര ബീജ സംയോഗം അല്ലെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന അതിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇവർക്ക് ഒരുപാട് ലാർവൽ ഫോംസ് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള ഫൈലംസിനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒന്നോ രണ്ടോ ലാർവൽ ഫോംസ് ഒക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. എന്നാൽ പ്ലാറ്റിഹെൽമിന്തിസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ലാർജ് നമ്പർ ഓഫ് ലാർവൽ ഫോംസ്, അത് ലാർവൽ സ്റ്റേജസ് കാണുന്നുണ്ട്. അതായത് ഇവർക്ക് ആദ്യം ഈ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നു, അതിൽ നിന്നും ആദ്യം ഒരു ലാർവ ഉണ്ടാകുന്നു, ആ ലാർവയ്ക്ക് ഡെവലപ്മെൻറ്റ് നടന്നിട്ട് മറ്റൊരു ലാർവ ഉണ്ടാകുന്നു, അതിന് ഡെവലപ്മെൻറ്റ് നടന്നിട്ട് മറ്റൊരു ലാർവ ഉണ്ടാകുന്നു. ഇങ്ങനെ മെനി ലാർവൽ സ്റ്റേജസ് കാണിക്കുന്ന ഒരു ഫൈലമാണ് പ്ലാറ്റിഹെൽമിന്തിസ്. പ്ലാറ്റിഹെൽമിന്തിസിൽ വരുന്ന കുറച്ച് ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിളാണ് ടീനിയ, അല്ലെങ്കിൽ ഇതിനെ ടേപ്പുവേം എന്നും നാടവിരയെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പം ടീനിയ അല്ലെങ്കിൽ ടേപ്പുവേം അല്ലെങ്കിൽ നാടവിര. മറ്റൊരു ഓർഗാനിസമാണ് ഫാസിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക് എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ഓർഗാനിസമാണ് പ്ലാനേറിയ. പ്ലാനേറിയ എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിസത്തിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടറുണ്ട്. അവർ ഹൈ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്ന ഓർഗാനിസമാണ്. അതായത് പ്ലാനേറിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിനെ നമ്മൾ രണ്ട് പീസായിട്ട് അവരുടെ ബോഡിയെ മുറിച്ചിട്ട് കഴിഞ്ഞാലും ആ രണ്ട് പീസിനും രണ്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള കഴിവുള്ളവരാണ് പ്ലാനേറിയ. അതുകൊണ്ടാണ് ഇവരെ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ളവരെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് രണ്ട് പീസ് ആക്കി കഴിഞ്ഞാൽ ഈ രണ്ട് പീസും ഡെവലപ്പ് ചെയ്തിട്ട് ഓരോ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇനി ഈ ഒരു ഫൈലത്തിൽ, അതായത് പ്ലാറ്റിഹെൽമിന്തിസിനെ നമുക്ക് പഠിക്കാൻ 3 ക്ലാസ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ക്ലാസ് ആണ് ക്ലാസ് ടർബിലേറിയ. ടർബിലേറിയ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഫ്ലാറ്റ് വേംസ് ആണ്. ഫ്ലാറ്റ് വേംസിൻ്റെ ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ഹാബിറ്റാറ്റ് ഫ്രീ ലിവിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ എൻഡോ പാരസൈറ്റിക്കും ഉണ്ട്. അതിൽ ഫ്രീ ലിവിങ് കണ്ടീഷനിൽ കാണപ്പെടുന്ന ഒരു ക്ലാസ് ആണ് ടർബിലേറി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇവർ ഫ്രഷ് വാട്ടറുമായിട്ടും മറൈൻ കണ്ടീഷനിലുമാണ് ഇവർ കാണപ്പെടുന്നത്. ഇനി നമ്മുടെ പ്ലാറ്റിഹെൽമിന്തിസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് പറയുമ്പം അതിലൊരു ക്യാരക്ടറാണ് അവർ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്നാൽ ടർബിലേറിയ എന്ന് പറയുന്ന ക്ലാസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നില്ല, അവർ അൺസെഗ്മെൻറ്റഡ് ബോഡി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവർക്ക് ഫോട്ടോ റിസപ്റ്ററുകളും കീമോ റിസപ്റ്ററുകളും ഒക്കെ ഇവർക്ക് കാണപ്പെടുന്നത്, അതായത് ലൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില സ്ട്രക്ചറുകളും ഉണ്ട്. പിന്നെ കെമിക്കൽസിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ചില അങ്ങനെയുള്ള ഫോട്ടോ ആൻഡ് കീമോ റിസപ്റ്റേഴ്സ് ഒക്കെ ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവർ ഹെർമാഫ്രോഡൈറ്റ്സുകളാണ്. അതുപോലെ ഇവർക്ക് എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളായ അല്ലെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്കുകളായ ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ്ങും ഒക്കെ ടർബിലേറിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ടർബിലേറിയയുടെ എക്സാമ്പിൾ ആണ് എന്ത്? പ്ലാനേറിയ.
പ്ലാനേറിയ എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇവർ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പാർട്ടും ഓരോ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇങ്ങനെ പ്ലാനേറിയയുടെ റീജനറേഷൻ സഹായിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലുകൾക്ക് പറയുന്ന പേരാണ് നിയോബ്ലാസ്റ്റ് സെല്ലുകൾ എന്ന്. ഈ നിയോബ്ലാസ്റ്റ് സെല്ലുകളുടെ എബിലിറ്റിയാണ് ഇവർ ടോട്ടിപൊട്ടൻ്റ് ആണ്. സാധാരണ രീതിയിൽ ഈ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്ന ഒരു എബിലിറ്റി ഉള്ളതൊരു പ്ലാന്റ് സെല്ലിനാണ്. അതായത് നമ്മൾ ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് പ്ലാന്റ് സെൽ എന്ന് പറയുന്നത് ടോട്ടിപൊട്ടൻ്റ് ആണ്. ഒരു സെല്ലിന് തന്നെ എന്തായിട്ട് ഒരു ഹോൾ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. സാധാരണ നമ്മൾ പറയുന്നത് ആനിമൽസ് എന്ന് പറയുന്നത് ടോട്ടിപൊട്ടൻ്റ് അല്ല എന്നുമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ പ്ലാനേറിയ നോക്കുകയാണെങ്കിൽ അവർക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതിന് സഹായിക്കുന്ന സെല്ലുകളാണ് നിയോബ്ലാസ്റ്റ് സെല്ല്. ഈ നിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ലിന് ടോട്ടിപൊട്ടൻ്റ് എബിലിറ്റി ഉള്ളവരാണ്. ഇനി പ്ലാനേറിയയിൽ കാണപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് ഇവർക്ക് ഐ സ്പോട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സെൻസേഷന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഐ സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഹെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഹെഡ് പോലെയുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഈ പ്ലാറ്റി ഹെൽമിന്തിസിലോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിനു മുന്നേ നമ്മൾ പഠിച്ച ഇതിന് തൊട്ട് മുമ്പുള്ള ഫൈലം വരെയാണെങ്കിൽ അവർക്ക് ഒരു ഹെഡ് എന്ന് പറയുന്ന ഒരു പോർഷനൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ഇവർക്ക് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി കാണുന്നുണ്ട്. ഒരു നെർവ് കോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫാരിങ്സ് ഉണ്ട്. ഫുഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്ലാസ് ആണ് ക്ലാസ് ട്രെമറ്റോഡ. ട്രെമറ്റോഡ എന്ന ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാവരും പാരസൈറ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. ഇനി ട്രെമറ്റോഡയുടെ കോമൺ നെയിമാണ് ഫ്ലൂക്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇനി ഈ ഒരു ക്ലാസ്സിലും സെഗ്മെന്റേഷൻ ആബ്സെന്റ് ആണ്. അതായത് അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ട്രെമറ്റോഡയിലും കാണുന്നത്. ട്രെമറ്റോഡയിൽ വരുന്ന ഓർഗാനിസത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അവരുടെ മോർഫോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതായത് ലീഫ് പോലെ പരന്ന് കാണപ്പെടുന്ന ഒരു ബോഡിയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിനെ നോക്കിക്കഴിഞ്ഞാൽ. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലയുടെ ഷേപ്പ് പോലെയാണ് ഈ ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജി നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇവരും ഹെർമാഫ്രോഡൈറ്റ് നേച്ചറാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ട്രെമറ്റോഡ എന്ന് പറയുന്ന ക്ലാസിൻ്റെ എക്സാമ്പിളാണ് നോക്കുന്നത്. എക്സാമ്പിളാണ് ഫാസിയോള. ഫാസിയോളയുടെ മറ്റൊരു പേരാണ് ലിവർ ഫ്ലൂക്ക് എന്ന് നമ്മൾ ഫാസിയോളയെ വിളിക്കുന്നുണ്ട്. ഈ ഫാസിയോളയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് രണ്ട് സക്കറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഓറൽ സക്കറും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ സക്കറും ഉണ്ട്. ഈ പോസ്റ്റീരിയർ സക്കറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അസറ്റാബുലം എന്ന്. പോസ്റ്റീരിയർ സക്കറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അസറ്റാബുലം എന്നാണ് വിളിക്കുന്നത്. ഇനി ഫാസിയോള എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിസത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കാണ് ഒരുപാട് ലാർവൽ ഫോംസ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു പ്ലാറ്റി ഹെൽമിന്തിസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇവർ ലാർജ് നമ്പർ ഓഫ് ലാർവൽ ഫോംസ് കാണിക്കുന്നുണ്ടെന്ന്. അതായത് ഒരു ലാർവയ്ക്ക് ഡെവലപ്മെന്റ് നടന്നിട്ട് മറ്റൊരു ലാർവ ആകുന്നു, അതിന് ഡെവലപ്മെന്റ് നടന്നിട്ട് മറ്റൊരു ലാർവ ആകുന്നു. ഇങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് ലാർവൽ ഫോംസ് കാണിക്കുന്നവരാണ് നമ്മുടെ ഫാസിയോള എന്ന് പറയുന്ന ഓർഗാനിസം. ഫാസിയോളയിൽ കാണപ്പെടുന്ന ഒരുപാട് പലതരത്തിലുള്ള ലാർവൽ ഫോംസിൻ്റെ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. മിറാസീഡിയം, സ്പോറോസിസ്റ്റ്, റേഡിയ, സെർക്കേറിയ, അതുപോലെ മെറ്റാസെർക്കേറിയ. അപ്പോൾ ഫാസിയോളയിലുള്ള ലാർവൽ ഫോംസിൻ്റെ പേരാണ് മിറാസീഡിയം, സ്പോറോസിസ്റ്റ്, റേഡിയ, സെർക്കേറിയ, മെറ്റാസെർക്കേറിയ. ഇനി ഫാസിയോള ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഷീപ്പ്, ഗോട്ട് തുടങ്ങിയുള്ള നാൽക്കാലികൾക്ക് ഫാസിയോള ഉണ്ടാക്കുന്ന ഡിസീസിൻ്റെ പേരാണ് ലിവർ റോട്ട് ഡിസീസ്. ഷീപ്പിലും ഗോട്ട് ഇങ്ങനെയുള്ള നാൽക്കാലികൾക്ക് ഫാസിയോള ഉണ്ടാക്കുന്ന ഡിസീസിൻ്റെ പേരാണ് ലിവർ റോട്ട് ഡിസീസ് എന്നാണ് ഈ ഡിസീസിനെ വിളിക്കുന്നത്. ഈ ഫാസിയോളയുടെ തന്നെ കോമൺ നെയിം എന്താണ്? ലിവർ ഫ്ലൂക്ക് എന്നാണ് ഫാസിയോളയുടെ കോമൺ നെയിം. ഇനി ഈ പ്ലാറ്റി ഹെൽമിന്തിസിൽ വരുന്ന മൂന്നാമത്തെ ക്ലാസ് ആണ് ക്ലാസ് സെസ്റ്റോഡ എന്ന് പറയുന്നത്. ക്ലാസ് സെസ്റ്റോഡ നോക്കുകയാണെങ്കിൽ ഇവരുടെ കോമൺ നെയിമാണ് ടേപ്പ് വാംസ് എന്നറിയപ്പെടുന്നു. അപ്പം ഈ സെസ്റ്റോഡ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസമാണ് എൻഡോ പാരസൈറ്റുകൾ. നമ്മൾ ഇതിൻ്റെ ഹാബിറ്റാറ്റിൽ പറഞ്ഞിരുന്നു
എന്താണ് ഇവർ എൻഡോ പാരസൈറ്റുകളാണ്. അതുപോലെ തന്നെ എൻഡോ പാരസൈറ്റിക് നേച്ചറിലും കാണുന്നുണ്ട്. അതുപോലെ ഇവർ ഫ്രീ ലിവിങ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഇതിൽ എൻഡോ പാരസൈറ്റിക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവരാണ് ക്ലാസ് സെസ്റ്റോഡ. ഇനി സെസ്റ്റോഡയ്ക്കുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇവർ സെഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ടെർബുലേറിയ ആയാലും ട്രമറ്റോഡ ആയാലും അവർ സെഗ്മെന്റേഷൻ കാണിക്കുന്നില്ല. അവരുടെ ബോഡി എന്ന് പറയുന്നത് അൺസെഗ്മെന്റഡ് ബോഡിയാണ്. എന്നാൽ സെസ്റ്റോഡയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇവർ സെഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടേപ്പ്, അതായത് നമ്മൾ ഈ അളക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പ് പോലെ അല്ലെങ്കിൽ ഒരു റിബൺ പോലെയൊക്കെയാണ് ഇവരുടെ ബോഡിയുടെ മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ടേപ്പ് പോലെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ടേപ്പ് വേം എന്ന് വിളിക്കുന്നത് ഇതിൽ വരുന്ന ഓർഗാനിസത്തിനെ. ഇനി ഇവരും ഹെർമാഫ്രൊഡൈറ്റ്സുകളാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഹെർമാഫ്രൊഡൈറ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഇനി ഇതിൽ സെസ്റ്റോഡയിൽ വരുന്ന എക്സാമ്പിളാണ് ടീനിയ. ടീനിയയുടെ മറ്റൊരു പേരാണ് ടേപ്പ് വേം, അല്ലെങ്കിൽ നമ്മൾ ഇവരെ പോർക്ക് ടേപ്പ് വേം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ടേപ്പ് വേം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പ് പോലെ നീളത്തിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരെ ടേപ്പ് വേം എന്ന് വിളിക്കുന്നത്. ടേപ്പ് വേം അല്ലെങ്കിൽ ടീനിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ബോഡി മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഇതിന് ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു തല പോലെയുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഒരു നെക്ക് പോർഷൻ കാണപ്പെടുന്നുണ്ട്. ഇനി നെക്കിൻ്റെ താഴേക്ക് ഇവരുടെ ഒരു ബോഡി പോർഷനും കാണപ്പെടുന്നുണ്ട്. അതിൽ ഹെഡിന് പറയുന്ന പേരാണ് സ്കോളക്സ് എന്ന്. ഈ ഹെഡ് റീജിയനെ നമ്മൾ സ്കോളക്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇവരുടെ നെക്ക് പോർഷനെ നമ്മൾ പ്രോസ്ട്രോബൈല എന്നുമാണ് വിളിക്കുന്നത്. ഇതാണ് ഇവരുടെ നെക്ക് റീജിയൻ. ഈ നെക്ക് റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെഗ്മെന്റേഷൻ ഒന്നും കാണുന്നില്ല. ഇവരുടെ ബോഡി റീജിയൻ, ബോഡി പാർട്ട് മാത്രമാണ് സെഗ്മെന്റേഷൻ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ പല സെഗ്മെന്റുകളായിട്ട് ഇവരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എർത്ത് വേമിലൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെ പല സെഗ്മെന്റുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ ബോഡി പോർഷന് വിളിക്കുന്ന പേരാണ് സ്ട്രോബൈല എന്ന്. അപ്പം ഇതിൻ്റെ ഹെഡിൻ്റെ പേരാണ് സ്കോളക്സ് എന്ന് പറയുന്നു. നെക്കിനെ നമ്മൾ പ്രോസ്ട്രോബൈല എന്നും ബോഡിയെ വിളിക്കുന്നത് സ്ട്രോബൈല എന്നുമാണ്. ഇനി നമ്മുടെ ടീനിയ അല്ലെങ്കിൽ ടേപ്പ് വേമിനെ നോക്കിക്കഴിഞ്ഞാൽ അത് എൻഡോ പാരസൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹോസ്റ്റ് ഉണ്ടായിരിക്കണം. ഇനി ടീനിയയ്ക്ക് കാണപ്പെടുന്ന 2 ഹോസ്റ്റുകളുണ്ട്. അവരുടെ പ്രൈമറി ഹോസ്റ്റാണ് ഹ്യൂമൻസ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ് ആണ് അവരുടെ പ്രൈമറി ഹോസ്റ്റ്. സെക്കൻഡറി ഹോസ്റ്റായിട്ട് വരുന്നത് പിഗ്ഗുമാണ്, പിഗ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പോർക്ക് ടേപ്പ് വേം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ടീനിയയ്ക്ക് ടീനിയ സോളിയത്തിൻ്റെ മറ്റ് പേരുകളാണ് ടേപ്പ് വേം എന്ന് പറയുന്നുണ്ട്, പോർക്ക് ടേപ്പ് വേം എന്ന് നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്താണ്? ഇവരുടെ സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത് പിഗ്ഗാണ്. ഇനി ഈ ഒരു ഓർഗാനിസം, അതായത് ടീനിയ ഉണ്ടാക്കുന്ന 2 ഡിസീസുകളുണ്ട്. ടീനിയാസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം സിസ്റ്റിസീറോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസും ഈ ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇന്ന് നോക്കിയത് ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ് ആണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.